Revant Garu, hearty welcome to Kerala. How you seen the trends in Kerala? We are going to win this Alapi. In Kerala, we are going to get 20 out of 20. This is 20-20 match. When we are concerned the process of India alliance, how you see in all of the country? Yeah, definitely. This is the place where 100% Narendra Modi is going to defeat. So this is the first step for India alliance. In your state, Telangana, BRS is getting weak and your Congress is getting, developing your people's base. How you process in Telangana? So out of 17, we are going to get 14 parliament seats. We need not to worry. We are strong and we are going to get 14 seats. Now a lot of people are leaving from BRS to Congress. What is the operation from that? People are appreciating our 6 guarantees and Rahul Gandhi leadership. That is how these people are joining in Congress party. Thank you. Kesi, Revant ji, പ്രചാരണം നടത്തുന്നത് എങ്ങനെയാണ് കാണുന്നത്? രേവന്ത് തെലങ്കാന മോഡൽ നമുക്ക് വളരെ ആത്മാർത്ഥമായി ഉയർത്തിക്കാണിക്കാവുന്ന ഒരു മോഡലാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതാണ് ഗ്യാരണ്ടികൾ, അതെല്ലാം നടപ്പിലാക്കിയിരിക്കും. 30,000 ചെറുപ്പക്കാർക്കാണ് രേവന്ത് ജോലി കൊടുത്തത്, സർക്കാർ സർവീസിൽ മാത്രം ഈ കഴിഞ്ഞ 5 മാസം കൊണ്ട്. അപ്പോൾ രേവന്തിന്റെ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രതീക്ഷയാണ് ഇന്ത്യയിൽ, ജോലിയില്ലാതെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഈ റോഡ് ഷോ പുരോഗമിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? മൊത്തത്തിലൊരു ആലപ്പുഴ ട്രെൻഡ്. ആലപ്പുഴയിൽ ആത്മവിശ്വാസത്തോടെയല്ലേ ആദ്യം മുതലേ നിൽക്കുന്നത്. റോഡ് ഷോന്റെ കാര്യമല്ല, ആദ്യം മുതലേ ആത്മവിശ്വാസത്തിലാണ്. വി വിൽ വിൻ ആലപ്പി കംഫർട്ടബിളി. ഇന്ന് ഈ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് രാഹുൽ ഗാന്ധി പൌരത്വ വിഷയത്തിലടക്കം കാര്യമായ പ്രതികരണം നടത്തുന്നില്ല, കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം കോഴിക്കോട് പ്രസംഗം കേട്ടതാണല്ലോ. അതിനപ്പുറം ക്ലിയർ ആയിട്ട് രാഹുൽ ഗാന്ധി എന്ത് പറയണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്? മുഖ്യമന്ത്രിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് തർജ്ജമ ഉണ്ടായിരുന്നു. ഈ മൊത്തത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു സാധ്യത ആദ്യഘട്ട പോളിംഗ് നാളെ ആരംഭിക്കുകയാണ്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇന്ത്യ മുന്നണി ജയിക്കും. ആദ്യഘട്ടത്തിലെ പോളിംഗ് വളരെ നല്ല ഫേവറബിളാണ്. ഈ സൗത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ അക്കൗണ്ട് തുറക്കുന്നുള്ള അവര് ഫോക്കസ് ചെയ്യാൻ അവർ മാക്സിമം മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ പണം തടഞ്ഞു വെക്കുക, അവര് മാക്സിമം പമ്പ് ചെയ്യുക, അതാണ് അവരുടെ ഫോക്കസിങ്. അതുകൊണ്ടൊന്നും കേരളം അവർക്ക് എടുക്കാൻ പറ്റില്ല. കേസിയുടെ പ്രചാരണം പുരോഗമിക്കുകയാണ്. റോഡ് ഷോയിൽ വളരെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ് പൊതുവിൽ. കാരണം ഈ കാര്യത്തിൽ, അതായത് ആലപ്പുഴയുടെയും സംസ്ഥാനത്തെയും രാജ്യത്തെയും ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വളരെ വിപുലമാണ് എന്നാണ് KCയും അതോടൊപ്പം രേവന്ത് റെഡ്ഡിയും പറയുന്നത്.